ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 വേദിയിൽ സെലക്ഷൻ റൗണ്ടിൽ അരങ്ങേറിയ ആവിർഭവിന്റെ മനോഹരമായ പെർഫോമൻസ് കണ്ടാലോ? ആരൊക്കെയുണ്ട്? അമ്മ, ചേച്ചി, അച്ഛൻ, ഞാനും. ഓ, നീ ഉണ്ടോ അവിടെ? പിന്നെ ഞാനില്ലാതെ പിന്നെ എങ്ങോട്ട് പോവാനാ? എനിക്കറിഞ്ഞൂടാ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോ ചേച്ചിയും അമ്മയും ചേച്ചിയും അച്ഛനും പിന്നെ ഞാനും ഒന്ന്. സീസൺ 3 വേദിയിൽ ആവിർഭവിനെ ബാബുക്കുട്ടൻ എന്നാണ് MG സാർ വിളിച്ചിരുന്നത്. അനീർ വിഞ്ഞ, അനീർ വിഞ്ഞ, എല്ലാം വലിയ പേരാ. അച്ഛന്റെ പേരെന്തോ? സജിമോൻ, ചെറിയ പേര്. ഭാഗ്യം. തുടർന്നും വേദിയിൽ രസകരമായ നിമിഷങ്ങളാണ് അരങ്ങേറിയത്. റെഡി, മ്യൂസിക് പ്ലീസ്. അവൻ ഇവിടുന്ന് പോകത്തില്ല. ചിങ്കാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരു നേവാ പുന്നാരം പുന്നാരം. വേദിയിൽ വിധികർത്താക്കളെ പോലും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് കുട്ടിത്താരം കാഴ്ചവെച്ചത്. കുറുമ്പുറങ്ങുമി കുരുന്ന് ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. ടോപ്പ് സിംഗർ സീസൺ 3 വേദിയിൽ ഏവരെയും വിസ്മയിപ്പിച്ച കുട്ടിത്താരം ഇന്ന് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിലൂടെ വിജയകിരീടം ചൂടി. സീസൺ 5 വേദിയിൽ അമേഘ് ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ? നല്ലൊരു ഉഗ്രൻ പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. തുടക്കം മോനെ കുറച്ചൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദി ഇപ്പോൾ ഫൈനലിലേക്ക് പല്ലവിയാണ് കുറച്ച് പ്രോബ്ലം ആയിട്ട് എനിക്കും തോന്നിയത്. സെബാമോൻ ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ? കുന്തിറങ്ങി കളിക്കുന്ന അത് തൊട്ട് പോരാമോടെ 4 ലൈൻ പോയി. ഫൈനൽ വേദിയിലേക്ക് അടുക്കുമ്പോൾ ടെൻഷൻ കൊണ്ട് സെബാമോൻ തെറ്റുകൾ സംഭവിച്ചു. ഫിനാലെ അടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വാരി തരാൻ പറ്റില്ല. കൺസിഡറേഷൻ. താരക്കുട്ടി ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ? ഈ പാട്ട് എടുത്താൽ പൊമ്മോന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കുട്ടിത്താരത്തിന് ആലാപനത്തിൽ വന്ന തെറ്റുകൾ വിധികർത്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. മെയിൻ കാര്യങ്ങൾ മോൾക്കത് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. ഫൈനലിലേക്ക് അടുക്കുമ്പോൾ താരങ്ങൾക്ക് താളം പിഴയ്ക്കുന്നു. നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ആത്മാവിനെ തൊട്ടുണർത്തിയില്ലെങ്കിൽ